നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. വാർത്തകൾ നോക്കാം അതിവേഗത്തിൽ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് മരിച്ച കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിന്റെ മൃതദേഹം സംസ്കരിച്ചു. മുട്ടുച്ചിറയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം അന്തിമോപചാരം അർപ്പിച്ച ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. തലക്കേറ്റ ഗുരുതര പരുക്കും ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണമെന്ന് റിപ്പോർട്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലുള്ള ദൗർഭാഗ്യകരവും വേദനാജനകവുമായ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സർക്കാർ ശക്തിപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മരണപ്പെട്ട ബിന്ദുവിന്റെ കുടുംബാംഗങ്ങൾക്ക് ഉചിതമായ സഹായം നൽകുമെന്നും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും മുഖ്യമന്ത്രി. കോട്ടയം മെഡിക്കൽ കോളേജിൽ പഴയ കെട്ടിടം തകർന്ന് വീണ് മരിച്ച തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിന്റെ വീട് മന്ത്രി VN വാസവൻ സന്ദർശിച്ചു. സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം മന്ത്രി VN വാസവൻ ബിന്ദുവിന്റെ കുടുംബത്തിന് കൈമാറി. സർക്കാർ ബിന്ദുവിന്റെ കുടുംബത്തിന്റെ ഒപ്പമെന്ന് മന്ത്രി പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം ദൗർഭാഗ്യകരമായ സംഭവമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. വലിയ തോതിൽ സർക്കാരിനെതിരായ UDF-ഉം പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും അപകടത്തെ ഉപയോഗിക്കുന്നു. എന്നാൽ വസ്തുതയായി പറയാൻ ആരും തയ്യാറാകുന്നില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ. കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം രാഷ്ട്രീയ പ്രേരിതമെന്ന് മന്ത്രി VN വാസവൻ. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ രാജിവെക്കാൻ തുടങ്ങിയാൽ പിന്നെ മന്ത്രിമാർ ഉണ്ടാകുമോ എന്നും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹാരം കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടതെന്നും മന്ത്രി. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ 7 ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് കോട്ടയം ജില്ലാ കളക്ടർ ജോൺ സാമുവേൽ. കെട്ടിടത്തിന്റെ ബലക്ഷയം, കാലപ്പഴക്കം, മെഡിക്കൽ കോളേജ് കെട്ടിടവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പരിശോധിക്കുമെന്നും കളക്ടർ. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ. രക്ഷാപ്രവർത്തനത്തിന് മണ്ണുമാന്തി യന്ത്രം എത്താൻ വൈകിയെന്ന വാദം തെറ്റാണെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ TK ജയകുമാർ. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടവുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചയിൽ ലോക പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ TK ജയകുമാറിനെ അധിക്ഷേപിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി. മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് കൂടിയായ ഡോക്ടർ ജയകുമാർ അപകടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രംഗത്ത് വന്നതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ അധിക്ഷേപം. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം നടന്നതിന് പിന്നാലെ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചത് ഏറെ പണിപ്പെട്ട്. തടസ്സങ്ങളായി നിന്ന കെട്ടിടത്തിന്റെ തൂണുകളും മതിലും പൊളിച്ചാണ് മണ്ണുമാന്തി യന്ത്രം അപകട സ്ഥലത്ത് എത്തിച്ചത്. ഇത് ശരിവെക്കുന്നതായിരുന്നു മരിച്ച ബിന്ദുവിന്റെ ഭർത്താവിന്റെ വാക്കുകൾ. കോട്ടയം മെഡിക്കൽ കോളേജിൽ പഴയ കെട്ടിടം തകർന്നു വീണ് യുവതി മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രിയുടേത് നിരുത്തരവാദപരമായ സമീപനമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോൺഗ്രസും UDF-ഉം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും സർക്കാർ അടിയന്തര ധനസഹായം നൽകണമെന്നും VD സതീശൻ. പത്തനംതിട്ടയിൽ ബലക്ഷയം വന്ന ആശുപത്രി കെട്ടിടം നവീകരിക്കുന്നതിന് തടസ്സം നിന്നത് കോൺഗ്രസ് BJP സഖ്യം. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ B&C കെട്ടിട നവീകരണമാണ് കോൺഗ്രസും BJPയും എതിർത്തത്. രോഗികളുടെ സുരക്ഷ കണക്കാക്കാതെ രാഷ്ട്രീയ നാടകം നടത്തിയ കോൺഗ്രസും BJPയുമാണ് സർക്കാരിനെതിരെ ആരോപണങ്ങളുമായി എത്തുന്നത്.
കണ്ണൂർ ജില്ലാ ആശുപത്രി ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് വ്യാജ പ്രചരണം. അത്യാധുനിക സൗകര്യമുള്ള പുതിയ കെട്ടിടങ്ങളുള്ളത് മറച്ചുവെച്ചാണ് ഉപയോഗത്തിലില്ലാത്ത കെട്ടിടത്തിന്റെ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ചില മാധ്യമങ്ങളുടെ തെറ്റായ പ്രചാരം. മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന സർക്കാർ. കരട് ബിൽ നിയമവകുപ്പിന്റെ പരിഗണനയിലാണെന്നും എംപിമാരുടെ യോഗത്തിൽ സർക്കാർ അറിയിച്ചു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായാണ് മുഖ്യമന്ത്രി എംപിമാരുടെ യോഗം വിളിച്ചത്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ മസ്തിഷ്കാഘാതം വന്ന് മരിച്ച മലപ്പുറം മങ്കട സ്വദേശിനിക്ക് നിപ്പ സ്ഥിരീകരിച്ചു. പൂനെ വൈറോളജി ലാബിലെ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. നിപ്പയുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യാജ പ്രചാരണം. സംസ്ഥാനത്ത് നിപ്പ ബാധിച്ചവരെല്ലാം മരിച്ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നു. ഹൃദയമിടിപ്പും ശ്വാസവും സാധാരണ നിലയിലെന്ന് മകൻ അരുൺകുമാർ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനിരയായ കുട്ടികൾക്ക് പഠനാവശ്യങ്ങൾക്കായുള്ള ലാപ്ടോപ്പുകളുടെ വിതരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. CSR ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചെലവഴിച്ച് 250 കുട്ടികൾക്കാണ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത്. കേരള സർവകലാശാല VC-യുടെ നിയമവിരുദ്ധ നടപടിക്കെതിരെ രജിസ്ട്രാർ KS അനിൽകുമാർ സമർപ്പിച്ച ഹർജി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. വിഷയത്തിൽ സർവകലാശാലയോടും പോലീസിനോടും കോടതി വിശദീകരണം തേടി. എന്ത് മതചിഹ്നമാണ് പ്രദർശിപ്പിച്ചതെന്ന് കോടതി ആരാഞ്ഞു. സിൻഡിക്കേറ്റ് തീരുമാനമില്ലാതെ സസ്പെൻഡ് ചെയ്ത VC-യുടെ നടപടി ചോദ്യം ചെയ്താണ് ഹർജി. കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത VC-യുടെ നടപടി RSS പ്രീണനത്തിന്റെ ഭാഗമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കേന്ദ്രത്തിൽ നിന്നും നൽകുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുകയാണ് VC എന്നും രജിസ്ട്രാർ തെറ്റ് ചെയ്തിട്ടില്ലെന്നും മന്ത്രി. കണ്ണൂർ സർവകലാശാലയുടെ കാസർഗോഡ് ക്യാമ്പസുകളിൽ നിന്ന് വിവിധ കോഴ്സുകൾ മാറ്റാനുള്ള നീക്കത്തിനെതിരെ SFI പ്രതിഷേധം. കാസർഗോഡ് ചാലയിലെ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിലേക്കും നീലേശ്വരത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്കും വിദ്യാർത്ഥി മാർച്ച് നടത്തി. സംസ്ഥാനത്ത് വ്യവസായ മേഖലയിൽ ഇതുവരെ 31,429.15 കോടിയുടെ നിക്ഷേപമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് വ്യവസായ മന്ത്രി P. രാജീവ്. 86 പുതിയ പദ്ധതികൾ ആരംഭിച്ചതിലൂടെ 40,439 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചുവെന്നും മന്ത്രി. ദില്ലിയിൽ ഇസ്രായേൽ എംബസിയുടെ വിരുന്നിൽ പങ്കെടുത്ത് കോൺഗ്രസിനെ വെട്ടിലാക്കി ശശി തരൂർ MP. ഇറാൻ പലസ്തീൻ ആക്രമണങ്ങളിൽ ഇസ്രായേലിനെതിരെ കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുമ്പോഴായിരുന്നു ഇസ്രായേൽ സ്ഥാനപതിയുടെ വസതിയിലെ ഉച്ചവിരുന്നിൽ തരൂർ അതിഥിയായി എത്തിയത്. ഇസ്രായേൽ എംബസി പരിപാടിയിൽ പങ്കെടുത്ത ശശി തരൂരിനെതിരെ ബിനോയ് വിശ്വം. ഇസ്രായേൽ എംബസി വഴി BJP-യിലേക്കുള്ള എളുപ്പ വഴിയാണ് തരൂർ ലക്ഷ്യം വെക്കുന്നതെന്ന് ബിനോയ് വിശ്വം. താരസംഘടന അമ്മയിൽ തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 15-ന് നടക്കും. അടുത്ത 3 വർഷത്തേക്കുള്ള ഭരണസമിതിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. വോട്ടെടുപ്പ് കഴിഞ്ഞാലുടൻ ഫലപ്രഖ്യാപനവും ഉണ്ടാകും. മോഹൻലാൽ മത്സരിക്കാനില്ലെന്ന് അറിയിച്ച സാഹചര്യത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉൾപ്പെടെ ശക്തമായ മത്സരമുണ്ടാകും. ഡാർക്ക് വെബ് വഴിയുള്ള മയക്കുമരുന്ന് ഇടപാട് കേസിൽ 2 പേർ കൂടി പിടിയിൽ. റിസോർട്ട് ഉടമകളായ ദമ്പതികളെയാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഇടുക്കി വാഗമണിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. നേരത്തെ അറസ്റ്റിലായ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ നേതൃത്വം നൽകുന്ന കെറ്റാമലോൺ മയക്കുമരുന്ന് ശൃംഖല കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഇരുവരും പിടിയിലാകുന്നത്. കൊൽക്കത്ത കൂട്ടബലാത്സംഗ കേസിൽ തെളിവെടുപ്പ് നടത്തിയ അന്വേഷണ സംഘം പ്രതികളെ കോളേജിലെത്തിച്ചാണ് തെളിവെടുപ്പ് പൂർത്തീകരിച്ചത്. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചതായി അന്വേഷണ സംഘം വ്യക്തമാക്കി.
39 വർഷം മുൻപ് താൻ കൊലപാതകം നടത്തിയെന്ന പ്രതിയുടെ കുറ്റസമ്മതത്തിൽ അന്വേഷണം ഊർജിതമാക്കി തിരുവമ്പാടി പോലീസ്. 1986 കൂടരഞ്ഞിയിലെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിനെ താൻ കൊന്നതാണെന്നാണ് മുഹമ്മദ് അലി സ്റ്റേഷനിലെത്തി കുറ്റസമ്മതം നടത്തിയത്. പ്രതിപക്ഷ പ്രതിഷേധം മറികടന്നും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട്. വോട്ടർ പട്ടിക പരിഷ്കരണം സുതാര്യമാണെന്നും അർഹരായ വോട്ടർമാരെ മുഴുവൻ ഉൾപ്പെടുത്തുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. പുനഃപരിശോധനയ്ക്ക് ശേഷമുള്ള അന്തിമ വോട്ടർ പട്ടിക സെപ്റ്റംബർ 30 പ്രസിദ്ധീകരിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബിജെപിക്ക് തിരിച്ചടി. സംഭൽ ഷാഹി ജുമാ മസ്ജിദ് തർക്കഭൂമിയാക്കണമെന്ന ഹർജി അലഹാബാദ് ഹൈക്കോടതി തള്ളി. ഷാഹി ജുമാ മസ്ജിദ് എന്നത് തർക്കഭൂമിയിലാക്കണമെന്നതായിരുന്നു ഹർജിക്കാരുടെ വാദം. ബസ്സിൽ യുവതിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ ബസ് കണ്ടക്ടർ പിടിയിൽ. ഒളിവിൽ കഴിഞ്ഞിരുന്ന കോഴിക്കോട് നെച്ചാട് സ്വദേശി റൌഫിനെയാണ് പേരാമ്പ്ര പോലീസ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്കമാലി മഞ്ഞപ്രയിൽ ശക്തമായി വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. വീടിന് മുകളിലേക്ക് മരം വീണ് വീട് പൂർണ്ണമായും തകർന്നു. പറമ്പി സ്വദേശി ബെന്നി ജോസഫിന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. ആൾതാമസമില്ലാത്ത വീടായിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. ഓണക്കാലത്തേക്ക് പൂക്കളും പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കുന്നതിനായി കാസർഗോഡ് ഓണക്കനി നിറപ്പൊലിമ പദ്ധതിയുമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള പച്ചക്കറി പൂക്കൃഷിക്ക് വിത്തിറക്കി തുടങ്ങി. സംസ്ഥാനത്തെ മികച്ച സഹകരണ സംഘങ്ങൾക്കും സഹകാരികൾക്കുമുള്ള സഹകരണ വകുപ്പിന്റെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 10 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ. ഇതിനു പുറമെ മികച്ച സഹകാരിക്കുള്ള റോബർട്ട് ഓവൻ പുരസ്കാരം മുൻ കേരള സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റ് PA ഉമ്മർ സ്വന്തമാക്കി. പാലക്കാട് ഒറ്റപ്പാലം മനുശ്ശേരിയിൽ അച്ഛനും മകനും മരിച്ച നിലയിൽ. വരിക്കാശ്ശേരി മനയ്ക്ക് സമീപത്ത് താമസിക്കുന്ന കിരൺ, മകൻ കിഷൻ എന്നിവരാണ് മരിച്ചത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം കിരൺ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പൊതുവേദിയിൽ വെച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടിക്കാനോങ്ങി IPS ഓഫീസർ രാജിക്കത്ത് നൽകി. അഡീഷണൽ SP നാരായണ ബ്രാഹ്മണിയാണ് അപമാനഭാരം സഹിക്കാതെ രാജി പ്രഖ്യാപിച്ചത്. ഇതിന് പിന്നാലെ കർണാടകയിൽ മുഖ്യമന്ത്രിയുടെ കയ്യാങ്കളി സ്വഭാവത്തിനെതിരെ പ്രതിഷേധം കനത്തു. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ ഹിമാചൽ പ്രദേശിൽ ഇതുവരെ 63 മരണവും 400 കോടിയുടെ നാശനഷ്ടവും ഉണ്ടായത് സംസ്ഥാന ദുരന്ത നിവാരണ സേന. രക്ഷാപ്രവർത്തനം നടക്കുന്ന സാഹചര്യത്തിൽ മരണസംഖ്യ ഇനിയും ഉയരുമെന്നും സൂചന. ജൂലൈ 7 വരെ സംസ്ഥാനത്ത് കനത്ത മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടൻ വിജയ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കും. തമിഴക വെട്രിക്കഴകം പാർട്ടിയുടെ ചെന്നൈയിൽ നടന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിന്റേതാണ് തീരുമാനം. വനിതാ ഡോക്ടറെ ദേശീയപാതയിൽ കാറിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തി. പൂനെയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റായ ശുഭാംഗി സമീർ വാങ്കഡെയാണ് മരിച്ചത്. ഡോക്ടറുടെ കൈയിലും കഴുത്തിലും മുറിവുകളുണ്ട്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ്. ഛത്തീസ്ഗഡിലെ പ്രൈമറി സ്കൂളിൽ പ്രധാന അധ്യാപകൻ മദ്യപിച്ച് ലക്കുകെട്ട് ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികൾക്കൊപ്പം നൃത്തം ചെയ്തു. വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ അധ്യാപകനെതിരെ പ്രതിഷേധം ശക്തം. ഛത്തീസ്ഗഡിൽ മദ്യലഹരിയിൽ യുവാവ് ഓടിച്ച കാർ ബൈക്കിലും സൈക്കിളിലും ഇടിച്ചുണ്ടായ അപകടത്തിൽ 2 മരണം, 3 പേർക്ക് പരുക്ക്. ഛത്തീസ്ഗഡിലെ കോർബ സിറ്റിയിലായിരുന്നു സംഭവം.
ഇസ്രായേലുമായുള്ള യുദ്ധത്തെ തുടർന്ന് ജൂൺ 13 അടച്ചിട്ട വ്യോമാതിർത്തി തുറന്നതായി ഇറാൻ. ടെഹ്റാനിലെ മെഹ്റാബാദ്, ഇമാം ഖുമൈനി രാജ്യാന്തര വിമാനത്താവളങ്ങളും രാജ്യത്തിന്റെ വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക് എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളും വീണ്ടും തുറന്നതായാണ് അറിയിപ്പ്. ഉക്രൈൻ മിസൈൽ ആക്രമണത്തിൽ റഷ്യൻ നാവികസേന ഉപമേധാവി അടക്കം 10 സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. കുർസ്കിലെ കൊരെനേവോയിലുള്ള റഷ്യൻ കമാൻഡ് പോസ്റ്റിൽ യുക്രൈൻ ബുധനാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിലാണ് മേജർ ജനറൽ മിഖായിൽ ഗുഡ്കോ കൊല്ലപ്പെട്ടത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയുധ വിതരണം നിർത്തിയതിന് പിന്നാലെ യുക്രൈനിൽ റഷ്യയുടെ വൻ വ്യോമാക്രമണം. 2022 ഫെബ്രുവരിയിൽ തുടങ്ങിയ യുദ്ധത്തിൽ ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് ഉണ്ടായത്. 550 മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് റഷ്യ ആക്രമണം നടത്തിയത്. വെങ്കി അറ്റ്ലൂരിയുടെ സംവിധാനത്തിൽ സൂര്യയുടെ പുതിയ ചിത്രം സൂര്യ 46 എന്ന താൽക്കാലിക പേരിട്ട ചിത്രത്തിൽ മമിത ബൈജു നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കും. ഒരു ഹാപ്പി ഫാമിലി ചിത്രമായിരിക്കുമെന്ന് റിപ്പോർട്ട്. പ്രശസ്ത ഹോളിവുഡ് നടൻ മൈക്കൽ മാഡ്സൺ അന്തരിച്ചു. കാലിഫോർണിയയിലെ വീട്ടിലായിരുന്നു അന്ത്യം. റിസർവോയർ ഡോഗ്സ്, കിൽ ബിൽ, ദ ഹേറ്റ്ഫുൾ എയ്റ്റ് എന്നീ ചിത്രങ്ങളിലൂടെയാണ് മൈക്കൽ മാഡ്സൺ പ്രശസ്തനായത്. ദിലീപ് ചിത്രം ഭാഭാബായുടെ ഓവർസീസ് വിതരണ അവകാശം സ്വന്തമാക്കി പാർസ് ഫിലിംസ്. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായ ധനഞ്ജയ് ശങ്കറാണ്. ശ്രീഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.